വളരെ സമൃദ്ധിയായിട്ട് വളർന്ന ഒരു ഇതാണ്. എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് USA ഒന്ന് കടന്നു പോകേണ്ടി വന്നു. അത് 2 വർഷമായിട്ട് ഏതാണ്ട്, അതായത് 22-ൽ 6 മാസവും 23-ൽ 6 മാസവും അവിടെ അമേരിക്കയിലായിരുന്നതുകൊണ്ട് എനിക്ക് ഇതിനെ ഒന്ന് പരിപാലിക്കാനുള്ളതായ ശരിയായ രീതിയിൽ പരിപാലിക്കാനുള്ള ഇത് കിട്ടിയില്ല. അതുകൂടാതെ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റെയറിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇച്ചിരി സിമെൻറ്റും മണലും എല്ലാം കൂടി ഇതിൻ്റെ മൂട്ടിൽ വീണ് പല മൂടുകളും ഇതിന് നഷ്ടപ്പെട്ടു. ഇനി ഇതിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് പുനരുദ്ധരിക്കാനായിട്ടുള്ള ഉദ്ദേശമുണ്ട്. അത് നന്നായി ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിലിപ്പം പറിക്കാറായതുണ്ട്. അവിടെ കണ്ടില്ലേ, കാണുന്നുണ്ടല്ലേ, ഇപ്പോൾ തന്നെ തിരി വീഴുന്നുണ്ടല്ലേ. ഇത് 365 ദിവസം നമുക്ക് ഇതിനകത്ത് ഫലം കിട്ടുന്നുണ്ട്. ഇത് ഇപ്പം 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷമാണ്. മട്ടുപ്പാവിലെ കുരുമുളക് കൃഷി എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്ന്, പക്ഷെ ഇങ്ങനെ ഈ ഒരു ടെറസ് അന്ന് നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ വിൽക്കുന്ന കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്നു. അത് എന്ത് ചെയ്യാനാ, ഞാൻ പറഞ്ഞില്ലേ അതിന്റെ കോസ് എന്താണെന്ന്. ഞാൻ 1 വർഷത്തോളം അമേരിക്കയിലായിരുന്നു. പിന്നെ എൻ്റെ ഗോസ്പൽ വർക്കിനോടുള്ള ബന്ധത്തിലെ കൂടെ ആന്ധ്രയിലും മറ്റുമ്പോൾ കടന്നു പോകേണ്ടതുണ്ട്. അതിന് ചില നാളുകൾ പോകുമ്പോൾ ഇതിനെ നോക്കി ഇത് എന്താണെന്നല്ല കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ പരിപാലിച്ചെടുത്തെങ്കിലേ ഒക്കെ ഉള്ളൂ. ഇനി എന്തായാലും ദൈവം ഇത്രത്തോളം ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. ദൈവം വീണ്ടും അത് പുനരുദ്ധരിക്കാനുള്ളതായ അവസരങ്ങൾ നൽകുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അതുപോലെ ആശിക്കുകയും ചെയ്യുകയാണ്. ഉണ്ട്. അതാണ് ഇപ്പം പറിക്കാനാണെങ്കിലും ഒരു 2 കിലോളം അടുത്ത് പറിക്കാനുള്ളത്. അത് പഴുത്ത് നിൽക്കുന്നുണ്ട്. എല്ലാം പഴുത്ത് നിൽക്കുക. ഇത് കരിമുണ്ടയാണ്. ഇത് പന്നിയൂറിന്റെ 4 നമ്പർ. ഇത് പന്നിയൂർ 3. ഇത് പന്നിയൂർ 3 ആണ്. 3. ഇതെനിക്ക് അവര് അവിടുന്ന് ഗിഫ്റ്റായിട്ട് കൊണ്ടു തന്ന പന്നിയൂർ അല്ലല്ല, ഇത് കൂടുതൽ ഇതിൽ നിർത്തണം, ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്ത്. ഇനി അതുകൂടാതെ ഇതിന്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള താഴെ ഞാൻ പണികളൊക്കെ തുടങ്ങി. ഈ തലകളെല്ലാം തൈ ഉൽപ്പാദിപ്പിക്കാൻ ഉതകുന്നതാണ്. ഇത് തൈ ഉൽപ്പാദിപ്പിക്കാനാണ്. അത് ഇതിനകത്തെല്ലാം ഇത് ഉണ്ട്. അതെല്ലാം തൈകൾ ഇവിടെ കാണും. ഇവിടെ കാണും. പിന്നെ അത്യാവശ്യമായിട്ട് പോയിരുന്നാലും കഴിഞ്ഞ പ്രാവശ്യം പോയതുപോലെ ഒന്നും പോകത്തില്ല. ചില ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ പോവുകയുള്ളൂ. അങ്ങനെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ദൈവം എന്ത് ആഗ്രഹിക്കുന്നു അതുപോലെല്ലാം നടക്കുകയുള്ളൂ. ആവശ്യമുള്ളവർക്ക് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ കുമ്പക്കൽ നിന്ന് വരുത്തിയത് ഒരു തൈക്ക് 87 രൂപ. നമ്മുടെ നാട്ടുകാർക്കൊന്നും അതൊന്നും അങ്ങോട്ട് ഇതായിട്ട് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എവിടെ പോയിരുന്നാലും, കൃഷിഭവനിലായിരുന്നാലും, പിന്നെ സീഡ് ഫാമിലായിരുന്നാലും, KVKയിലായിരുന്നാലും ഒരു കൂടയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു കവറിനകത്ത് ചിലപ്പം 10ഓ 15ഓ തണ്ടുകൾ വെച്ചെങ്കിൽ മാത്രമേ അതിന് 1ഓ 2ഓ 3ഓ വിളിച്ചു വരുള്ളൂ. അതിനെല്ലാം എത്ര തൈ കിളിക്കുന്നോ അതിനനുസരിച്ച് ഓരോന്നിനും വിലയാണ്. ഇവിടെ ഒരാൾ തൈ വാങ്ങിക്കാൻ വന്നു. അപ്പം ഞാൻ സിംഗിളായിട്ടുള്ള ഇതാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. എന്നാലും പുള്ളിക്ക് വേണ്ടെന്ന് പറഞ്ഞു. കാരണം കൂടുതൽ കിട്ടുന്നതിൽ ആ ഒരു കൂടയ്ക്ക് ആ വിലയെന്നുള്ളത് അവർ ചിന്തിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല വിൽക്കുന്നത്. എവിടെ പോയിരുന്നാലും ഒരു തൈക്ക്, ഒരു വള്ളിക്ക് അവർ പറയുന്നത് ഇപ്പം 12 രൂപ, KVKയിൽ 12 രൂപ. സീഡ് ഫാമിൽ അതുപോലെയാണ്. അതുപോലെ കൃഷിഭവനിൽ ചിലപ്പോൾ അവർ ഇതായിട്ട് കൊടുക്കും, ഫ്രീ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ വില വെച്ച് കൊടുക്കും. അത് ഒരു വള്ളിക്കാണ്. ഒരു കവറിനകത്ത് 4 തൈ ഉണ്ടെങ്കിൽ 12 രൂപ വിലയാണെങ്കിൽ 48 രൂപ കൊടുത്തേ വെക്കുള്ളൂ. അങ്ങനെയാണ്. പക്ഷെ ഇത് ഒരു സിംഗിളായിട്ട് ഞാൻ കൊടുത്തപ്പോൾ അവർ പറയുന്നത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെയുള്ള അനുഭവം നമ്മുടെ നാട്ടിലെ ഇത് ഞാൻ പറഞ്ഞതാ ട്രെൻഡ്.